ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി റീസ്റ്റോറേഷനാണ്. അടുത്തുള്ള ആക്രിക്കടയിൽ നിന്നും അമ്പൂരിക്ക് കിട്ടിയ JBLൻ്റെ Go 3 എന്ന മോഡലിലുള്ള ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷൻ. ഈ സ്പീക്കർ വീട്ടിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്ത് ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നിന്നും സൗണ്ട് ഒന്നും വന്നില്ലായിരുന്നു. അതിൻ്റെ ബോർഡ് പോകാനാണ് സാധ്യത. ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് എല്ലാം തെളിയുന്നുണ്ടായിരുന്നു. പക്ഷേ ഫോണുമായി കണക്ട് ചെയ്ത് പാട്ട് വെച്ച് നോക്കിയപ്പോൾ സൗണ്ട് ഒന്നും വന്നില്ലായിരുന്നു. എന്നാൽ പിന്നെ ഇതങ്ങ് റെഡിയാക്കി എടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് ഇതങ്ങ് ഫുള്ളങ്ങ് അഴിച്ചു നോക്കിയേക്കാന്ന് ഓർത്തങ്ങ് അഴിക്കാൻ തുടങ്ങി. ഈ സ്പീക്കർ അഴിക്കാനാണെങ്കിലും വളരെ എളുപ്പത്തിൽ അഴിക്കാൻ സാധിക്കും. ഈ രണ്ട് വശങ്ങളിലുള്ള ചെറിയ റബ്ബർ പോലത്തെ ഒരു കവറുണ്ട്. അത് പയ്യെ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ നെയിൽ കട്ടറിൻ്റെ ഇതുപോലത്തെ സാധനം വെച്ചോ അഴിച്ചെടുക്കാം. ഇത് അഴിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഒരു കാല് പോലത്തെ ചെറിയൊരു പീസ് ഉണ്ട്. അത് ഒടിഞ്ഞു പോകാതെ നോക്കി വേണം അഴിച്ചെടുക്കാൻ. വശങ്ങളിലുള്ള രണ്ട് കവറുകളും അഴിച്ച ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ അടിയിലായിട്ട് ചെറിയ ഓരോ സ്ക്രൂകളുണ്ട് ഇരുവശങ്ങളിലും. അത് രണ്ടും അഴിച്ചു മാറ്റണം. ഈ ചെറിയ സ്ക്രൂ ഒക്കെ അഴിക്കുമ്പോൾ കാണാതെ പോകാതെ സൂക്ഷിച്ചു വെക്കണം. വീണ്ടും ഫിറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് അതിൻ്റെ പുറമേയുള്ള നെറ്റ് പോലത്തെ കവർ നമുക്ക് അഴിച്ചെടുക്കാം. ഈ കവർ അഴിക്കാനാണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മൈനസ് സ്ക്രൂ ഡ്രൈവർ ആണെങ്കിൽ പയ്യെ ഇടയിലിട്ടിങ്ങ് പൊക്കിയ ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കൈ കൊണ്ടിങ്ങ് പൊക്കിയാൽ മതി. പയ്യെ അഴിഞ്ഞു വന്നോളും. പക്ഷേ ഒടിഞ്ഞു പോകാതെ നോക്കണം. അതിനുശേഷം 4 വശങ്ങളിലുള്ള സ്ക്രൂകൾ വീഡിയോയിൽ കാണുന്ന പോലെ അഴിച്ചു മാറ്റണം. ഇപ്പോൾ അഴിക്കണ ഈ ബാക്കിലത്തെ കവറിൽ തന്നെയാണ് ബാറ്ററിയും ഇതിൻ്റെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. 4 സ്ക്രൂകളും അഴിച്ചു മാറ്റിയ ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ പയ്യും കൈകൊണ്ട് അകത്തി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അഴിഞ്ഞു വരും. അഴിഞ്ഞു വന്ന ശേഷം ബാറ്ററിയിൽ നിന്നുള്ള വയറുകളുടെ പിന്ന് ഊരിയിടണം. നമ്മുടെ സ്പീക്കറിൻ്റെ ബാറ്ററി ഇതാണ്. എന്തായാലും ഈ ബോർഡ് റിപ്പയർ ചെയ്യൽ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് ഈ ബോർഡ് അങ്ങ് അഴിച്ചു മാറ്റിയ ശേഷം വേറെ ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ബോർഡാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ബോർഡ് ഉറപ്പിച്ചിരിക്കുന്നത് 4 സ്ക്രൂകൾ ഇട്ടാണ്. ആ 4 സ്ക്രൂകളും അഴിച്ചു മാറ്റിയ ശേഷം ബോർഡ് പയ്യെ നമുക്ക് പൊക്കിയെടുക്കാം. പൊക്കിയെടുക്കുമ്പോൾ സ്പീക്കറിൽ നിന്നുള്ള വയറും കട്ട് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ വെക്കുന്നത് ഈ ബ്ലൂടൂത്ത് ആംപ്ലിഫയർ ആണ്. ഇത് തൊടുപുഴയിലെ കിഷോർ ഓഡിയോസിൽ നിന്നും 100 രൂപയ്ക്ക് വാങ്ങിയതാണ്. ഇത് 5 വോൾട്ടിലും 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയിലും വർക്ക് ചെയ്യും. ഇതിലുള്ളത് 2 സ്പീക്കർ ഔട്ടാണ്. ഒരു സ്പീക്കർ ഔട്ടിൽ 5 വാട്ട്സ് വീതം, ടോട്ടൽ 10 വാട്ട്സിൻ്റെയാണ്. ഇത് കാണാൻ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല സൗണ്ട് ഇതിൽ നിന്നും കിട്ടും. അടുത്തത് നമുക്ക് വേണ്ടത് ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ചാർജിങ് മൊഡ്യൂളാണ്. ഇത് മേക്കർ ബസാറിൽ നിന്ന് 18 രൂപയ്ക്കാണ് വാങ്ങിയത്. ഷോപ്പിൽ വില ചോദിച്ചപ്പോൾ 60 രൂപയായിരുന്നു ഇതിന് പറഞ്ഞത്. നമ്മുടെ ഈ JBLൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ട് ഈ ബോർഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ഈ സ്പീക്കറിൻ്റെ അടുത്ത് ഈ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള ഈ ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഈ ചാർജ് മൊഡ്യൂൾ കറക്റ്റ് കയറിയിരിക്കാൻ പാകത്തിന് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് കളയാനുണ്ട്. ഇവിടെ കറക്റ്റ് ചാർജ് മൊഡ്യൂൾ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ചാർജ് ചെയ്യണതിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റൊക്കെ പുറത്തേക്ക് കാണാൻ സാധിക്കും. ബ്ലൂടൂത്ത് ആംപ്ലിഫയറിലേക്ക് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള 5 വോൾട്ട് എന്ന് എഴുതി കൊടുത്തെന്നും 2 വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. ഇതിലേക്ക് വയറുകൾ സോൾഡർ ചെയ്യുമ്പോൾ 2 കളറിലുള്ള വയറുകൾ എടുക്കണമാണ് നല്ലത്. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ ഇരിക്കാൻ വേണ്ടി. ഇതിലേക്ക് സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് സോൾഡർ ചെയ്തില്ലെങ്കിൽ അടുത്തുള്ളതിലേക്ക് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ചാർജ് മൊഡ്യൂളിലേക്ക് ഡയറക്റ്റ് കേബിൾ കണക്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരു മൈക്രോ USB സോക്കറ്റ് വേണം. വീഡിയോ ചെയ്ത ടൈമിൽ ആദ്യം ഫിറ്റ് ചെയ്തത് C ടൈപ്പ് സോക്കറ്റ് ആയിരുന്നു. പക്ഷേ അതുപോലത്തെ ആരും വാങ്ങി ഫിറ്റ് ചെയ്യരുത്. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കേബിൾ കുത്തുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോയി ചാർജ് മൊഡ്യൂൾ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ചാർജിങ്ങിന് വേണ്ടി തന്നെയുള്ള ഹോള് വലുതാക്കി അവിടെയാണ് നമ്മൾ മൈക്രോ USBയുടെ സോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഹോൾ ഇടുന്നത്. അടുത്തതായിട്ട് ബാറ്ററിയിൽ നിന്ന് തന്നെ കേബിളിൻ്റെ അറ്റത്തുള്ള പിന്നുകൾ കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ കേബിൾ നമുക്ക് ആവശ്യമുള്ളത് റെഡും ബ്ലാക്കും മാത്രമാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ച് കട്ട് ചെയ്തിരിക്കണം. ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ആകാൻ സാധ്യതയുണ്ട്. ചാർജിങ്ങിൻ്റെ കേബിൾ കുത്താൻ വേണ്ടിയുള്ള മൈക്രോ USBയുടെ സോക്കറ്റ് നമ്മൾ വലുതാക്കിയ ഹോളിൽ ഫിറ്റ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് C ടൈപ്പ് ആയിരിക്കും. പക്ഷേ അത് മാറ്റിയിട്ട് മൈക്രോ USBയുടെ ആക്കിയായിരുന്നു ലാസ്റ്റ്. മൈക്രോ USB സോക്കറ്റ് നന്നായിട്ട് ഉറപ്പിച്ച ശേഷം അതിൽ നിന്ന് തന്നെ കേബിളുകൾ നമ്മുടെ ചാർജിങ് മൊഡ്യൂളിൻ്റെ ഇന്നായ പോസിറ്റീവ് നെഗറ്റീവിലേക്കും കൊടുക്കണം. ഈ സോക്കറ്റിൽ നിന്ന് തന്നെ റെഡ് കേബിൾ ചാർജിങ് മൊഡ്യൂളിൻ്റെ പോസിറ്റീവിലേക്കും ബ്ലാക്ക് കേബിൾ ചാർജ് മൊഡ്യൂളിൻ്റെ നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്യണം. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടി ഒരു ഓൺ ഓഫ് സ്വിച്ച് ഫിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇതുപോലെ സൈഡിലുള്ള റബ്ബറിൻ്റെ ആ കവർ കട്ട് ചെയ്ത് കളയണം. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഉള്ളിൽ ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് ഏറ്റവും സ്പേസ് ലാഭിക്കാൻ വേണ്ടി ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഇതുപോലത്തെ സ്വിച്ചാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് ഹെഡ്ലൈറ്റിനൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ചാണ്. സ്വിച്ച് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത ശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള പിന്നുകളിൽ നിന്ന് 2 വയറുകൾ സോൾഡർ ചെയ്ത് ഇൻസ്റ്റലേഷൻ ചെയ്യണം. ബാക്കിയുള്ള പിന്നുകൾ കട്ടും ചെയ്ത് കളഞ്ഞേരെ. സ്പീക്കറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ സ്വിച്ച് ഫിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അവിടെ തന്നെ കറക്റ്റ് ഇറക്കി വെച്ച് സ്വിച്ച് ഫിറ്റ് ചെയ്തെടുക്കണം. സ്വിച്ച് അവിടെ നമ്മൾ ഉറപ്പിക്കുന്നത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചാണ്. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുമ്പോഴും കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. സൈഡിലേക്കൊക്കെ നമ്മുടെ ഗ്ലൂ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോക്സ് അടച്ചെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അടയാൻ പാടുവരും.
നമ്മുടെ ചാർജ് മൊഡ്യൂളിൻ്റെ ഔട്ട് മൈനസിൽ നിന്നും ഒരു വയർ സോൾഡർ ചെയ്തെടുക്കണം. ആ വയർ നേരെ ബ്ലൂടൂത്ത് ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള മൈനസിലേക്ക് സോൾഡർ ചെയ്യണം. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ആണോ എന്നറിയാൻ വേണ്ടി അതിൽ നമുക്കൊരു LED ഫിറ്റ് ചെയ്യാം. ഈ LED 1K റെസിസ്റ്റർ ഇട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. നേരത്തെ ഈ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ LED ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് നമ്മൾ വീണ്ടും ഫിറ്റ് ചെയ്യുന്നത്. ഇതിൽ ശരിക്കും ചെറിയ LED ആണ് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ എടുക്കുന്നത് വലിയ LED ആണ്. ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് ചെറുതാക്കിയ ശേഷമാണ് ഫിറ്റ് ചെയ്യുന്നത്. സ്വിച്ചിൽ നിന്ന് തന്നെ ഒരു വയറും LED പോസിറ്റീവ് വയറിങ്ങയുടെ ഒരുമിച്ചാക്കിയ ശേഷം ബ്ലൂടൂത്ത് ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയുള്ള പോസിറ്റീവിലേക്ക് നമുക്ക് സോൾഡർ ചെയ്യാം. അതുപോലെ തന്നെ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ വയർ ചാർജ് മൊഡ്യൂളിൻ്റെ ഔട്ട് പോസിറ്റീവിലേക്കും സോൾഡർ ചെയ്യണം. LED മൈനസ് വയറും ബ്ലൂടൂത്ത് ആംപ്ലിഫയറിൻ്റെ പവർ സപ്ലൈയുടെ മൈനസിലേക്ക് തന്നെ സോൾഡർ ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് ആംപ്ലിഫയറിൻ്റെ സ്പീക്കർ ഔട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി 2 വയറുകൾ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ചാനലിൽ നിന്ന് മാത്രമാണ് ഈ 2 വയറുകൾ സോൾഡർ ചെയ്യേണ്ടത്. ഇനി ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി 2 വയറുകൾ എടുത്ത ശേഷം ചാർജ് മൊഡ്യൂളിൻ്റെ B+ലേക്കും B- സോൾഡർ ചെയ്തെടുക്കണം. ഇത് സോൾഡർ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോഴും 2 കളറിലുള്ള വയറുകൾ എടുക്കണമെന്ന് നല്ലത്, പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. ബോർഡിൻ്റെ അടിയിക്കടെ സോൾഡർ ചെയ്തെടുത്തതെല്ലാം ഗ്ലൂ ഗൺ വെച്ച് വയറുകൾ ഒട്ടിക്കുന്നുണ്ട്, സ്പീക്കറിൻ്റെ ഡയഫ്രത്തിലൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി. ബ്ലൂടൂത്ത് ആംപ്ലിഫയർ സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചെടുക്കാം. ഇത് ഉറപ്പിക്കുന്നതിന് മുമ്പായിട്ട് ബോർഡിൻ്റെ അടിയിക്കടെ വന്നേക്കണ വയറുകളെല്ലാം എവിടെയും ടച്ച് ആകാത്ത രീതിയിൽ നന്നായിട്ട് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ബ്ലൂടൂത്ത് ആംപ്ലിഫയറിൻ്റെ സ്പീക്കർ ഔട്ടിൽ നിന്ന് തന്നെ 2 വയറുകളും സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യണം. 2 നന്നായിട്ട് സോൾഡർ ചെയ്തെടുക്കണം. അതിനുശേഷം ചാർജ് മൊഡ്യൂളിൽ നിന്ന് തന്നെ B+ഉം B- കറക്റ്റായിട്ട് തന്നെ ബാറ്ററിയിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ കണക്ട് ചെയ്തെടുക്കണം. കണക്ട് ചെയ്ത ശേഷം നന്നായിട്ട് ഇൻസുലേഷനും ചെയ്യണം. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ തന്നെ കണക്ട് ചെയ്യണം. മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ബാറ്ററിയുടെ കേബിളിൻ്റെ നീളം കുറവായതുകൊണ്ടാണ് എക്സ്ട്രാ വേറെ വയർ സോൾഡർ ചെയ്ത് ഇട്ടത്. എല്ലാ വയറുകളും കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് ബോക്സ് അടച്ചെടുക്കാം. വീണ്ടും നമുക്ക് ബോക്സ് അതിൻ്റെ മുകളിലേക്ക് വെച്ച ശേഷം 4 സൈഡിലുള്ള സ്ക്രൂകൾ നന്നായിട്ടിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കറിന് നെറ്റ് പോലത്തെ കവർ ഫിറ്റ് ചെയ്തെടുക്കാം. ഫിറ്റ് ചെയ്ത ശേഷം ഇരുവശങ്ങളിലുള്ള ചെറിയ സ്റ്റാർ ടൈപ്പ് സ്ക്രൂകൾ നമുക്ക് ടൈറ്റ് ചെയ്തെടുക്കാം. ഇരുവശങ്ങളിലുള്ള സ്ക്രൂകൾ നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് വശങ്ങളിലുള്ള റബ്ബർ ടൈപ്പ് കവർ ഇടാം. ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള മൈക്രോ USB സോക്കറ്റ് ഫിറ്റ് ചെയ്തോടത്തുള്ള കവർ ഇടുമ്പോൾ ആ ഹോള് കുറച്ചും കൂടെ റൗണ്ട് ഷേപ്പിൽ വലുതാക്കിയ ശേഷം വേണം ഇടാൻ. ഈ കവർ ഇടാനാണെങ്കിലും വളരെ എളുപ്പമാണ്. വീഡിയോയിൽ കാണുന്ന പോലെ പയ്യെ കയറ്റി വെച്ച ശേഷം കൈ ഉണ്ടെങ്കിൽ പ്രസ് ചെയ്താൽ മതി, എന്നിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും. സ്പീക്കറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടി നെറ്റിന് ചെറിയ ഹോളും ഇട്ടിട്ടുണ്ട്. നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ചാർജ് ചെയ്തെടുക്കാം. ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളത് മൊബൈൽ ചാർജറാണ്, മൈക്രോ USB ചാർജറുള്ള മൊബൈൽ ചാർജർ. ചാർജ് കയറണമെന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ചാർജ് കയറുന്ന സമയത്ത് റെഡ് കളറും ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ ബ്ലൂ കളറുമാണ് തെളിയുന്നത്. ഫുൾ ചാർജ് ആയ ശേഷം നമുക്ക് സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യാം. ഓൺ ആയി കഴിയുമ്പോൾ തന്നെ സൈഡിലുള്ള LED തെളിയുന്നത് കാണാം. ഇത് ബ്ലിങ്ക് ചെയ്യുന്ന ടൈപ്പ് LED ആണ്. നമ്മുടെ ഈ ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിയതും അല്ലാതെ റിപ്പയർ ചെയ്തതും കൂടി ആകെ വന്ന ചിലവ് 200 രൂപ താഴെയാണ്. അപ്പോൾ നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സ്പീക്കർ ഓൺ ചെയ്ത ശേഷം മൊബൈൽ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് പെയർ ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ വളരെ വേഗത്തിൽ തന്നെ പെയറായി. ഇനി ഒരു പാട്ട് വെച്ച് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.